തിരക്കഥയുണ്ട്, താങ്കൾക്ക് താല്പര്യമെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കാം. വേറെ ഒട്ടും കുറവില്ലായിരുന്നേ. താങ്കൾക്ക് താല്പര്യമെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് എഴുതിയത്. അല്ലാണ്ട് എൻ്റെ സാറേ ഒന്ന് നോക്കാവോ ഒന്നല്ല. പക്ഷെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു താനത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തു, അയച്ചു കൊടുത്തു കഴിയുമ്പോൾ സാറ് 1 മാസമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല. സാറ് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്, നീ ഒരിക്കലും അടുക്കളയിൽ തോന്നി. അപ്പം ഞാൻ കൊടുത്തു പറഞ്ഞു സാർ ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ ഈ ഫീൽഡിലേക്ക് വരും, എൻ്റെ മോള് കുഞ്ഞാണ്, വരില്ല സാർ എന്തുകൊണ്ടെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിട്ടത്. പക്ഷേ സാറ് പറഞ്ഞു നീ ഒരിക്കലും അടുക്കളയിൽ ഒതുങ്ങിക്കൂടെ ഇല്ല, നല്ലൊരു തിരക്കഥായിട്ട് മാറും. പക്ഷെ എനിക്ക് അത്രയൊരു തോന്നലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ ഷോർട്ട് ഫിലിം എഴുതി അങ്ങനെ ഒതുങ്ങി നിന്നു. പക്ഷെ പതുക്കെ ആ ഫീൽഡിലേക്ക് സിനിമയുടെ തിരക്കഥയിലേക്ക് കടന്നു. പല തിരക്കഥകൾ എഴുതിയുള്ളതൊക്കെ പെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാം. പക്ഷേ ഇന്ന് സിനിമയുടെ തിരക്കഥയുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്താണ് തിരക്കഥ എന്നത്, അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് തന്നെ എൻ്റെ പ്രൊഫഷണൽ തിരക്കഥയായിരുന്നു. അപ്പം ഞാൻ ഇന്നലാറ്റി വിളിച്ച് സംസാരിച്ച് സങ്കടം എനിക്ക് ഇവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ തൊഴുതുന്നില്ല. കാരണം എനിക്ക് ആ തിരക്കഥ സിനിമയായിട്ട് വന്നില്ലേ? അത് കുഴപ്പമില്ല, അത്